നിങ്ങൾ ഇവിടെ നമ്മളൊരു ഫാമിലിയാണ്. അപ്പോൾ എല്ലാവരും ആ രീതി ഇരിക്കുക എന്ന് വെച്ചാൽ ഇവിടെ റെസ്പെക്ട് ചെയ്യേണ്ടവരെ റെസ്പെക്ട് ചെയ്ത് നിൽക്കുക, പറയുന്നവർ കേൾക്കേണ്ടത് പറയുന്നവർ കേട്ടോ. ഇതുവരെ അവിടെ അങ്ങനെയാണ് നിന്നത്. അപ്പോൾ ഇനിയും ആ രീതിയിൽ നിൽക്കുക. അല്ലാതെ ഒരാൾ മാത്രമായിട്ട് ഇവിടെ മറ്റേ ഒരാളും അല്ലെങ്കിൽ മീൻസ് കുറച്ച് പേര് മാത്രമായിട്ട് ഇവിടെ സ്വന്തം ഇഷ്ടത്തിന് സിറ്റുവേഷൻസിൽ പോകരുത്. ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. കഴിഞ്ഞ ദിവസം NRC ആയിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കേസ് വെച്ചിട്ട് ഞാൻ പറയാണ്. ഞാൻ അതിൽ കണ്ടൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാർ സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, വാറല്ല ഒരു ഫൈറ്റ് സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇന്നലെ റേഡിയോയിൽ കോള് വിളിക്കുന്ന സമയത്ത് ആ കോള് കേൾക്കാതെ പലരും പലരുടെ ഇഷ്ടത്തിന് പോണതുണ്ട്. ഇന്നലെ ഒരു സീൻ ആ സീൻ ഇതുവരെ ഞാൻ ഇത്ര നാക്കിൻ്റെ ഇടയിൽ കാണാത്തൊരു സംഭവമാണ്. നമ്മൾ പല ഗ്യാങ്ങോട്ട് ഫൈറ്റ് എടുത്തിട്ടുണ്ട്, സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഇതുവരെ ഞാൻ കാണാത്തൊരു സംഭവമാണ് ഇന്നലെ കണ്ടത്. പക്ഷെ തോന്നിയതുപോലെ ഓരോരുത്തർ വണ്ടിയിൽ ഇഷ്ടത്തിന് പോണ്. 2 വണ്ടിയുടെ ഒറ്റയ്ക്ക് ചേച്ചി ഒരുത്തൻ പോണ്, ഒരുത്തൻ ഇറങ്ങി നിന്ന് അടിക്കുന്നു, ഒരുത്തൻ സ്വന്തം ടീമിൽ തന്നെ ഇടിച്ചിട്ടിട്ട് ബാക്കി വണ്ടികൾ പോണ്. എന്തിനൊക്കെ നിങ്ങൾ കാണിക്കുന്നറിയാം. ഞാനൊരു കാര്യം പറയാം. ഇനിയുള്ള ഒരു ഫൈറ്റ് സിറ്റുവേഷനിൽ റേഡിയോ കോളിനനുസരിച്ച് അല്ലാതെ ഏതെങ്കിലും ഒരു വണ്ടി കളിക്കുന്നുണ്ടോ ഞാൻ ആ വണ്ടി ഏത് നോക്കും. ആ വണ്ടി ഇനി അതിൻ്റെ അടുത്ത സിറ്റുവേഷൻ ഏതാണോ ആ സിറ്റുവേഷൻ തൊട്ട് അതിൻ്റെ അകത്ത് കളിച്ചവർ കളിക്കൂല. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. നിങ്ങളുടെ മറ്റേ വിഷയം ഗൺ പവർ ഉണ്ട്, ഇനി അതുണ്ട് എന്തുണ്ടെന്ന് പറഞ്ഞാൽ ശരി, ഞാൻ കളിപ്പിക്കൂല. നിങ്ങൾ പറയുന്നതനുസരിച്ച് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫൈറ്റ് സിറ്റുവേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും എടുക്കുന്നത്. അത് ഒരുമിച്ച് കളിക്കണം. നമ്മളെ കോർഡിനേഷനും കാര്യങ്ങളും എല്ലാം നല്ലോണം നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ അവനവൻ്റെ ഞാൻ മെടുക്കാനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് പോയിട്ട് ഒറ്റയ്ക്ക് പോയി അടിക്കുന്ന പരിപാടി വേണ്ട. ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. ഞാൻ ഇന്നലെ പറയുകയും ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി എടുത്ത് പറയാണ്. ഇനി ഏതെങ്കിലും ഒരു വാറിൽ നിങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ട് നമ്മൾ ഫൈറ്റ് എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഒറ്റയ്ക്ക് പോയിട്ട് കോളല്ലാത്ത രീതിയിൽ കളിക്കുന്നത് കണ്ട ഞാൻ അടുത്ത വാർ തൊട്ട് ആ വണ്ടിയിലുള്ളവരെ കളിപ്പിക്കില്ല. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-ാം തീയതിയാണ് നമ്മൾ ഗ്രൈൻഡിങ് ടാർഗറ്റ് പറഞ്ഞിട്ടുള്ളത്. ഗ്രൈൻഡിങ് ടാർഗറ്റിൻ്റെ ഉള്ള എമൗണ്ട് 10 CR ആണ് പറഞ്ഞത്. ഓർമ്മ ഉണ്ടോ എല്ലാവർക്കും? 10 CR 8-ാം തീയതി ആകുമ്പോൾ എല്ലാവരും കാണുമല്ലോ. ഇനി ഓക്കെ, ബാലിന് ബാന് 4 ദിവസത്തെ ബാന്. ഓക്കെ, ബാക്കി എന്നാലും 5 കോടി 5 കോടി കാണുമല്ലോ എന്നാലും. ഓക്കെ, അപ്പം 8-ാം തീയതി എന്ന് വെച്ചാൽ ഇന്ന് 6 6 7 8 എന്നുള്ളത് 9-ാം തീയതി വരെ ലാസ്റ്റ് ടൈം തരാം. 9 ലാസ്റ്റ് ഡേ 9 ആയിരിക്കും. ഒരു ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തരാം. 10 CR ഇപ്പം എന്തെങ്കിലും അത്രയ്ക്ക് പറ്റാത്ത ഇപ്പം ബാലിന്റെ കേസ് പോലത്തെ ബാനും അങ്ങനത്തതൊക്കെ ആയിട്ട് കയറാൻ പറ്റാത്തവരുടെ 5 CR എങ്കിലും മിനിമം കൊണ്ടുപോകാം. മിന്നി ബാൻ ഉണ്ടായിരുന്ന ഇല്ല, മെന്നിക്ക് പൈസ ഒപ്പിക്കാനാണ് പാട്. മെന്നി സ്വന്തത്തിൽ ഗ്രൈൻഡ് ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും ഗ്രൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമല്ലേ. കുറച്ച് ഫണ്ട് എവിടെ നിന്നെങ്കിലും കളക്ട് ചെയ്ത് തൽക്കാലം. ഇപ്പം പറ്റുന്ന സെറ്റാക്കി കൊണ്ടുപോവാ. മനസ്സിലായില്ലേ? കുഴപ്പമില്ല. അപ്പം ബാക്കി എല്ലാവരും ആ ഫണ്ട് പറഞ്ഞ കാര്യം മറക്കല്, അത് വേണം. മനസ്സിലായില്ലേ? 10 CR വെച്ച് എല്ലാവരും കൊണ്ടുവരണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഗ്രൈൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ ഒപ്പിക്കാൻ കൊണ്ടുവരാം. ഓക്കെ. അത് മൂന്നാമത്തെ ഒരു വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വള്ളിയുടെ കാര്യം പറയുകയാണ്. നമ്മൾ വള്ളി എടുക്കുന്നതിൽ ഒരു ബാഡ്ജിൽ കൂടി വള്ളി എടുത്തെന്നും പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഈ NRCക്കാരവർ നമ്മുടെ ഞാൻ പറഞ്ഞ വെച്ചാൽ നമ്മൾ ബാഡ്ജിൽ കൂടി ഒരു വള്ളി എടുത്തു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. ബാഡ്ജിൽ കൂടി തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു വള്ളി എടുത്തിട്ടുള്ളത്, ഇല്ലെന്നൊന്നും അല്ല. എല്ലാം തുടങ്ങുന്ന ബാഡ്ജിൽ തന്നെയാണ് ചൊറിഞ്ഞ് തുടങ്ങി. പിന്നെ നേരിട്ട് കാണുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ച് വണ്ടി ഇടിച്ചോ മുട്ടിച്ചോ ഒക്കെ തന്നെ തുടങ്ങുന്നത്. ഇതിനകത്തുള്ള മിക്കണം അങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലാത്തൊന്നും അല്ല. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു വള്ളി വേണ്ട. ഓക്കെ, ഈ ബാഡ്ജിൽ ചൊറിഞ്ഞിട്ടുള്ളൊരു വള്ളി ഉണ്ടല്ലോ, ആ ടൈപ്പ് സൈസ് വള്ളി വേണ്ട. നമുക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ ആയതിനു ശേഷം ബാഡ്ജിൽ നിങ്ങൾ ചൊറിഞ്ഞു, മനസ്സിലായോ? നിങ്ങളിപ്പോൾ വേറെ ഏതെങ്കിലും ടീമായിട്ട് നമ്മൾ ചൊറിയായി, അത് കഴിഞ്ഞ് നിങ്ങൾ ബാഡ്ജിൽ ചൊറിഞ്ഞ് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ചൊറിഞ്ഞു വെക്കും, മനസ്സിലായില്ലേ? അല്ലാതെ ചൊറിയാനായിട്ട് ബാഡ്ജിൽ മെസ്സേജ് ഇടണ്ട, അത് വേണ്ട. അത് കാരണം അത് നമ്മളെ രീതി അങ്ങനെയല്ല. ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള നമ്മൾ എന്ത് ഫൈറ്റ് സിറ്റുവേഷൻ വന്നിട്ടുണ്ടല്ലോ അതിനൊരു എന്തെങ്കിലും ഒരു മിനിമം ഒരു ന്യായം നമ്മളില്ലാത്തൊരു സിറ്റുവേഷൻ നമ്മൾ എടുത്തില്ല. അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ മതി. ഓക്കെ, ഇതിത്രയും ഗ്യാങ്ങിൻ്റെ ഫൈറ്റ് സിറ്റുവേഷൻ വെച്ചിട്ടുള്ള കാര്യം പറഞ്ഞു. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. ഇവിടെ ഈ നമ്മളെ കൂട്ടത്തിൻ്റെ അകത്തുള്ളവർക്ക് തന്നെ
പലരും രാത്രി സിറ്റിയിലും ഇതായിട്ട് കുറച്ച് പേര് മാത്രമായിട്ട് കാണും. എല്ലാവരും ഒന്നും കാണണമെന്നില്ല. ലേറ്റ് നൈറ്റിൽ കുറച്ച് പേരായിരിക്കും കാണുന്നത്. ഈ ലേറ്റ് നൈറ്റ് നിൽക്കുന്നവരിൽ തമ്മിൽ കൊന്നുകൊണ്ടുള്ള സിറ്റുവേഷൻസുകൾ ഇനി കൊണ്ടാവരുത്. ഞാൻ ഇത് കുറച്ച് കാര്യങ്ങൾ ഇന്നലത്തെ 2 ദിവസമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ട്, അതുകൊണ്ട് ഞാൻ പറയാണ്, തമ്മിൽ ടി വിയിലുള്ള മെമ്പേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് തമാശയ്ക്ക് നിങ്ങൾ കൊല്ലുന്ന സിറ്റുവേഷൻസൊക്കെ ഞാൻ ചിലപ്പോൾ ചന്ദ്രനും ബാബുവും തമ്മിൽ കൊല്ലും. അത് അവന്മാർ 2 മിനിറ്റ് കഴിഞ്ഞ് അവന്മാർക്ക് സീന് വരാത്ത രീതിയിലുള്ള സിറ്റുവേഷൻ ആയിരിക്കും. മനസ്സിലായി? അവർ തമാശ കൊല്ലുകയാണെങ്കിൽ അവർക്ക് അറിയായിരിക്കും. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സീൻ വരും എന്നുള്ള രീതിയിലുള്ള സിറ്റുവേഷൻസിൽ ടി വിയിലുള്ള മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയ്ക്കായ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ കൊല്ലുന്നതായിട്ട് ഇനി ഞാൻ കാണരുത്. ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്. ഇനി അതങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഉള്ള ആക്ഷൻസ് ഉറപ്പായിട്ടും നമ്മളെ സൈഡിൽ നിന്ന് ഉണ്ടാവും. ഞാൻ ഇപ്പോൾ ആരെ പേരെടുത്ത് പറഞ്ഞ് കൂടുതൽ വഷളാക്കുന്നില്ല. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിക്കോ. ഇനി അത് വരരുത്. ഓക്കെ. അതേപോലെ വേറൊരു കേസും കൂടിയാണ് പറയാനുള്ളത്. അതേപോലെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൈറ്റ് സിറ്റുവേഷൻ വരുമ്പോൾ റേഡിയോ കോള് ഞാൻ വിളിച്ചോളാം. ഞാനാണല്ലോ വിളിച്ചോണ്ടിരുന്നത്, ഞാൻ തന്നെ വിളിച്ചോളാം. ഞാൻ ഇല്ലാത്തപ്പം നിങ്ങൾ വിളിച്ചോ. റേഡിയോ കോളിൽ അത്യാവശ്യ കോളുകൾ മാത്രം പറയുക. അത്യാവശ്യം കോളുകൾ, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ബാക്കപ്പ് വേണമെന്ന്, അങ്ങനത്തെ മെയിൻ ബാക്കപ്പ് വേണം, അല്ലെങ്കിൽ ഇവിടെയാണ് ഫൈറ്റ് പൊട്ടി, ഇങ്ങനത്തെ കോളുകൾ, നമ്മൾ ശ്രദ്ധിക്കാത്ത കോളുകൾ വിളിച്ചോ. അല്ലാണ്ട് മറ്റേ ഒരു വണ്ടി അങ്ങോട്ട് പോകണമെന്നുണ്ട് ഞാൻ അവൻ്റെ പുറകെ പോവുകയാണ്, നിങ്ങൾ ആ വണ്ടിയുടെ പുറകെ പോകും, മറ്റേ വെറുതെ ചലപിലാണെന്ന് സംസാരിക്കുന്ന ആ പരിപാടി വേണ്ട. അത് ഇവിടെ ഇല്ലാത്തൊരു സംഭവമായിരുന്നു. അത് ഇനിയും വേണ്ട. വാറിൽ മൾട്ടിപ്പിൾ കോൾസ് വന്നിട്ട് ഈ സംസാരിക്കുന്നത് ഓവർലാപ്പായിട്ട് കേൾക്കാതാവുന്ന സിറ്റുവേഷൻ വരരുത്. ഞാൻ ജസ്റ്റ് ഓർമ്മിപ്പിച്ചാണ്. അത് ഭയങ്കര ബോറായിരുന്നു. ഇന്നലെ ഭയങ്കര ബോറായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നല്ല ബോറായിരുന്നു. ഒരു വണ്ടി 4 ടയറും പൊട്ടിയിരിക്കും. പക്ഷെ നമ്മളിപ്പോ വേറൊരു വണ്ടിയാണ് ചേസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അത് വിടണം. അത് വിട്ടിട്ട് വരണം. ചേസ് ചെയ്യാൻ പറയണം, വണ്ടി ചേസ് ചെയ്യണം. അതിലെന്തെങ്കിലും ഒരു കാര്യം ഉള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് ചേസ് ചെയ്യാൻ പറയണം. അപ്പൊ അങ്ങനെ കളിക്കണം. പിന്നെ ഇങ്ങനെ വേറൊരു കാര്യം, അതായത് ഇന്നലെ നാർക്കോസൈറ്റ് മീറ്റിംഗ് വെച്ച സമയത്ത് ലൈക്ക് ബാക്ക് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടും കിടന്ന് ചലച്ചോണ്ടിരിക്കണം. ഇതിന് മുമ്പൊന്നും ഇവിടെ നിർത്താൻ പറഞ്ഞ് എല്ലായിടും നിർത്തി പോണേണ്. അവിടെ അണ്ണൻ കുറെ വിളിച്ചിട്ട് പോലും അവിടെ ഒരു മൈൻഡ് ചെയ്താൽ കിടന്ന് ചലച്ചോണ്ടിരിക്കുക. അതൊക്കെ എപ്പൊ തുടങ്ങിയതാണ് എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക. എപ്പൊ തുടങ്ങിയാണ് ഈ പരിപാടിയൊക്കെ? മറ്റവന്റെ ലൗഡ് സ്പീക്കർ കാരണം കേൾക്കാത്തവരും ഉണ്ട്, വരാത്തവരും. അല്ല, അത് ഇനിയുള്ള സിറ്റുവേഷനുള്ള കാര്യമാണ്, ഇതുവരെ ഉള്ളതല്ല. ഇനി തൊട്ടുള്ളത് പറയാണ്. ഇനി അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവരുത്. മനസ്സിലായില്ലേ? മിസ്റ്റേക്ക് ആയിക്കോട്ടെ, മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും. അത് ഇവിടെ വെച്ച് ആ മിസ്റ്റേക്ക് തിരുത്തണം എന്നാണ് പറഞ്ഞത്. ഈ സംസാരിക്കാൻ നമ്മൾ പറയുന്നവർ സംസാരിക്കുക, അല്ലാതെ എല്ലാവരും കൂടി കിടന്ന് അലയ്ക്കാനല്ല നമ്മൾ പോകണം. നമുക്ക് അതിനുള്ളൊരു ഇപ്പം നമുക്ക് അങ്ങനെ ചെയ്യാനാണെങ്കിൽ ആ രീതിയിൽ പോവാം. പക്ഷെ നമ്മളല്ലാണ്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി വന്നിട്ട് പെട്ടെന്ന് കയറി വന്നിട്ട് കിടന്ന് ഇങ്ങനെ സംസാരിക്കില്ല. ആ ഒരു പരിപാടി വേണ്ട. നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് മാത്രമായിട്ട് സമയം തരും. അപ്പം നിങ്ങൾ അവിടെ പോയി സംസാരിച്ച് നിങ്ങൾക്ക് ചൊറിയതിന് സംസാരിക്കണം, അങ്ങനെ സംസാരിക്കണം. പക്ഷെ നമ്മൾ മര്യാദയ്ക്ക് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടി അങ്ങനെ സംസാരിക്കില്ല. ഓക്കെ. പിന്നെ അതേപോലെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഞാൻ ഇല്ലാത്ത സമയത്ത് ഇന്നലെ ഞാൻ തന്നെ പറഞ്ഞിട്ട് എന്നെ കുറേമാർക്ക് കേട്ടില്ല. അത് ഓക്കെ, അത് ഞാൻ ലാസ്റ്റ് വാർണിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇല്ലാത്ത സമയത്ത് ഇതിനേക്കാൾ വളരെ മോശമായിട്ടാണ് ഇവിടെ ചന്ദ്രനും രായനും ഉമ്മാരൊക്കെ ഉള്ള സമയത്ത്. ഞാൻ പോകട്ടെ, ചന്ദ്രനായിക്കോട്ടെ രായനായിക്കോട്ടെ, ഇൻ കേസ് ബാബു ആയിക്കോട്ടെ, അവൻ കോ ലീഡർ അല്ല. പക്ഷെ അവൻ ഒരു കാര്യം പറയുമ്പോൾ അവൻ ചെയ്യടാ ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കേൾക്കണം. അതിൻ്റെ ഇടയിൽ കൂടി പിന്നെ ഒന്ന് നിന്നിട്ട് തോന്നിയ ദിവസം കാണിക്കരുത്. മറ്റേ സ്വന്തം മിടുക്കുകൾ അവിടെ കാണിക്കണ്ട. സ്വന്തം മിടുക്ക് കാണിക്കാനുള്ള അവസരം തരാം, അപ്പം കാണിച്ചാൽ മതി. ഈ സ്വന്തത്തിൽ മറ്റേ ഇതൊക്കെ ഒരു ഹീറോയിസ് ആണ് എന്നുള്ളൊരു മൈൻഡിൽ കാണിക്കുന്ന കുറച്ച് പരിപാടികൾ കുറച്ച് പേർക്ക് ഇവിടെ ഉണ്ട്. അത് വേണ്ട. ഇവിടെ നമ്മളൊരു ഫാമിലിയാണ്. അപ്പോൾ എല്ലാവരും ആ രീതി ഇരിക്കുക. എന്ന് വെച്ചാൽ ഇവിടെ റെസ്പെക്റ്റ് ചെയ്യേണ്ടവരെ റെസ്പെക്റ്റ് ചെയ്തിരിക്കുക. പറയുന്നവർ കേൾക്കേണ്ടത് പറയുന്നവരായിട്ട്. ഇതുവരെ അവിടെ അങ്ങനെയാണ് നിന്നത്. അപ്പോൾ ഇനിയും ആ രീതിയിൽ നിൽക്കുക. അല്ലാതെ ഒരാൾ മാത്രമായിട്ട് ഇവിടെ ഒരാളും അല്ലെങ്കിൽ കുറച്ച് പേര് മാത്രമായിട്ട് ഇവിടെ സ്വന്തം ഇഷ്ടത്തിന് സിറ്റുവേഷൻസിൽ പോകരുത്. ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇനി വേറൊരു കേസ് ഇന്നലത്തെ NRC. എനിക്ക് ഇതെല്ലാവരുടെയും അടുത്തും ചോദിക്കാനുള്ളൊരു ഇതാണ്, എല്ലാവരുടെയും അഭിപ്രായം പറയണം. ഇന്നലെ NRC ആയിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടായി. അത് അമ്മര് എന്തിനാണ് അമ്മര് പറഞ്ഞതും നമ്മൾ പറഞ്ഞതും അവിടെ ഇരിക്കട്ടെ. ഞാൻ മൊത്തത്തിൽ ചോദിക്കണം. അവർ ചൊറിഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ അതിനുള്ളത് ഓൾറെഡി ഒരു ഫൈറ്റ് സിറ്റുവേഷൻ ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ എല്ലായിടത്തോട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിൽ എത്ര പേർക്ക് ആ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്?
ഇതൊക്കെ ഞാൻ പറയട്ടെ, എനിക്ക് വേണമെന്നില്ല. കാരണം ഓൾറെഡി അതിൽ ഇന്നലെ ഓൾറെഡി ഒരു റൗണ്ട് നമ്മൾ അവരായിട്ട് ഫൈറ്റ് ആയി. പിന്നെ അവന്മാര് അവർക്ക് എന്നിട്ട് അവരായിട്ട് ഇനി വാറിനായിട്ട് വരികയാണെങ്കിൽ വരട്ടെ. കാരണം നമ്മൾ ഓൾറെഡി അടിച്ച് നമ്മളായിട്ട് ഇനി അത് ഞാൻ അവരെ വിളിക്കാനും സംസാരിക്കാനും ഞാൻ പോടില്ല. അവർക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും സീൻ ഉണ്ട് എങ്കിൽ അവർ വന്ന് വിളിക്കുക വല്ല ചെയ്യണമെങ്കിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. അവർക്ക് വാർ വേണം എന്ന് അവർ പറയുകയാണെങ്കിൽ നമുക്ക് വാർ എടുക്കാം. നിങ്ങൾക്ക് സ്റ്റിൽ ഞാൻ ചോദിക്കണം, നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിന്റെ ആ സീൻ ഇന്നലത്തോടെ കഴിഞ്ഞിട്ടുണ്ടോ അതോ സ്റ്റിൽ മനസ്സിലുണ്ടോ? ഇപ്പൊ പറഞ്ഞു ഇന്നലെ ഈ സീന് നാർക്കോസായിട്ട് ആരായിട്ടാണ് സീനായത്? പപ്പടത്തിൻ്റെതും ഇതെടുത്തും ഓക്സി എടുത്തോണ്ട് മെയിനായിട്ട് ചൊറിഞ്ഞത്. അപ്പോൾ ഞാൻ മെയിനായിട്ട് നിങ്ങളത്തോടെയൊക്കെയാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയണം. നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ഇനി വേണം, ലൈക്ക് വാറിലോട്ട് ഇനി വീണ്ടും കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് പറ. പപ്പടം ഓക്സി ഇല്ലല്ലോ ഇവിടെ. ഇത് സക്കീറാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ആ ഓക്കെ, ബാക്കി എന്നാൽ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേർക്കുള്ള അഭിപ്രായം എന്താണെന്ന് പറയാം. എനിക്ക് കുറച്ച് വിഷയമുണ്ട്. NRC ആയിട്ടാണ് പിന്നെ ഇന്നലെ വന്നായിരുന്നാ? അല്ല സീരിയസ് ആയിട്ട് ചോദിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും കാരണം വെച്ചാൽ ഇന്നലെ അവന്മാര് ലാസ്റ്റ് സംസാരിച്ച രീതി കണ്ടിട്ട് ലൈക്ക് അവർക്ക് താല്പര്യം ഇല്ലാത്ത രീതിയിലാണ്. ഇന്നലെ തന്നെ നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മള് അല്ല അതാ ഞാൻ പറഞ്ഞു. വേറെ മെയിൻ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓൾറെഡി അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾറെഡി ഇന്നൊരു സിറ്റുവേഷൻ ആയി നിങ്ങൾ കുറെ ഡൗണും ആക്കി, മനസ്സിലായി. അപ്പൊ പിന്നെ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇനി നിങ്ങൾക്ക് വീണ്ടും അതിന്റെ ആവശ്യം വരത്തില്ല. അപ്പൊ നമുക്ക് അവർക്ക് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചോദിക്കട്ടെ, അത് അവരാരും. അന്നേരം അമ്മക്ക് വാറ് വേണം എന്നാണെന്നുള്ള മൈൻഡിലാണ് നമുക്ക് അടിക്കാം. ഓക്കെ, അല്ലാതെ നമുക്കിനി ആ NRCയുടെ കേസ് പറഞ്ഞ് NRCയുടെ ഇതിൽ ഇനി ബാഡ്ജിൽ സംസാരിക്കാൻ ഇതിനും ആരും നിൽക്കല്ലേ, അത് വേണ്ട. അപ്പൊ അതേപോലെ വള്ളിയുടെ കേസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വെറുതെ അനാവശ്യമായിട്ട് ഇങ്ങനെ ബാഡ്ജ് ചാറ്റിട്ട് വള്ളി എടുക്കണ്ട. നിങ്ങൾ അല്ലാണ്ട് വള്ളി ഇപ്പൊ നിങ്ങളെ വേറെ എന്തെങ്കിലും സിറ്റുവേഷനിലായിട്ട് നിങ്ങളത് ചൊറിഞ്ഞ് വർത്താനം ഡയറക്റ്റ് പറയുകയോ അല്ലാതെ ഇത് ആവുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തോ. നിങ്ങളടുത്ത് ഒന്ന് കൊണ അടിക്കാനോ നിങ്ങളടുത്ത് ഒന്ന് മനഃപൂർവ്വം ചൊറി എടുക്കുന്ന പോലത്തെ രീതി കാണിക്കാനോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എടുത്തോ, മനസ്സിലായില്ലേ? അല്ലാതെ ഈ ബാഡ്ജിൽ കൂടി ഡയറക്റ്റ് ആയിട്ട് ചാറ്റ് ഇട്ടിട്ട് നമ്മളിനി അങ്ങനെ ചൊറി എടുത്തു എന്നൊരു ചൊറി എടുക്കാൻ വേണ്ടി നമ്മൾ ചെന്നതാണ് എന്നൊരു രീതിയിലാണ് ഇന്നലെ അവൻ സംസാരിച്ചത്. അത് നമുക്കങ്ങനെ അതിൻ്റെ ആവശ്യമില്ല, മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ അത് അങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, എല്ലാവർക്കും ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാണ്. അപ്പോൾ എല്ലാവരും മൈൻഡിൽ വെച്ചേക്കുക. ഇനി അടുത്ത സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ നോക്കും, അതിനനുസരിച്ചായിരിക്കും ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? റേഡിയോ ഇല്ലേ? ഓക്കെ. അപ്പോൾ ഇറങ്ങി എല്ലാവരും ഇറങ്ങി.